ആഗ്രഹിച്ച ജീവിതവും കയ്യിൽ കിട്ടിയ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ തൃപ്തിയാകാൻ വലിയ പ്രയാസമാണ്. ഓരോ വേദനയും ഓരോ പാഠങ്ങളാണ്. അത് വേദനകളെ അതിജീവിച്ച് കർത്താവിൻ്റെ വഴിയിൽ നിശ്ചയത്തോടെ നടക്കാനുള്ള ധൈര്യമാണ്. എല്ലാം അവസാനിച്ചെന്ന് കരുതി തളരുമ്പോൾ ഒരു നല്ല വാക്കോ കരുതലുള്ള ഒരു കൈത്താക്കോ തീർച്ചയായും നമ്മെ തേടിയെത്തും. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. സങ്കടങ്ങളെല്ലാം ഹിമം പോലെയാണ്. സ്നേഹത്തിൻ്റെ ചൂട് തട്ടുമ്പോൾ അതങ്ങ് അലിഞ്ഞ് ഇല്ലാതെയാകും. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് ദൈവം കരുതി വച്ചിരിക്കുന്നത് മനോഹരങ്ങളായ മറുപടികളാണ്. ഓരോ ശ്വാസവും ഓരോ പുതിയ തുടക്കമാകണം. ഓരോ വീഴ്ചയും വീണ്ടും എഴുന്നേൽക്കാൻ ഉള്ള കരുത്താകണം. മരിച്ചുപോയ ഓർമ്മകളാണ് നമ്മുടെ ഇന്നലകൾ. ജനിക്കാനിരിക്കുന്ന സ്വപ്നങ്ങളാകണം നമ്മുടെ നാളങ്ങൾ. നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരിക്കൽ പോണി. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. വിശുദ്ധ മാമോദീസായിലൂടെ കർത്താവിൽ മുദ്രവയ്ക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1272 സഭ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നതിൻ്റെ മുദ്രയാണ് മാമോദീസ. മാമോദീസായിലൂടെ രക്ഷാകര ഫലങ്ങൾ ഒരു വ്യക്തിയിൽ പുറപ്പെടുന്നതിന് പാപം തടയിടുന്നുവെങ്കിലും ഒരു പാപത്തിനും ഈ മുദ്ര മായ്ക്കാൻ സാധിക്കുകയില്ല. ഒരിക്കൽ മാത്രം നൽകപ്പെടുന്ന, പിന്നീട് ഒരിക്കലും ആവർത്തിക്കാൻ സാധിക്കാൻ കഴിയാത്ത കൂദാശയാണ് മാമോദീസ. പിതാ, പുത്ര, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസായിലൂടെ ദൈവിക പദ്ധതിയിലേക്ക് മുദ്ര ചെയ്ത് ചേർക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നാം ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എന്നതാണ്. അല്ലാത്ത പക്ഷം സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, വേദനകൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ചേർത്ത് നിർത്തും എന്ന് കരുതിയവർ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, ലക്ഷ്യസ്ഥാനത്തെത്താൻ നമുക്ക് ദൈവം നൽകിയ ചിറകുകൾക്ക് ഭാരം തോന്നിയേക്കാം. ചിറകുകൾ തളർന്നു പോയേക്കാം. ചിറകുകൾ നഷ്ടപ്പെട്ടു പോയ പക്ഷികൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എങ്ങനെ എത്തിച്ചേരാനാണ്? ചിറകുകളുള്ളവർ, ചിറകുകളെ സ്നേഹിക്കുന്നവർ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം എത്തിച്ചേരും. നമ്മളെ പറ്റിയുള്ള ദൈവ ഇഷ്ടം എന്ന ചിറകിലേക്കുള്ള ശ്രദ്ധ കുറയാത്തിടത്തോളം കാലം ചിറകിന്റെ ഭാരം ചെറുതും മടുപ്പില്ലാത്തതുമാണ്. മനുഷ്യരായിരിക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ദൈവം നമുക്ക് ചിറകുകൾ തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം വച്ചു നീട്ടി തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെയും അതുപോലെ ജീവിതാന്തസ്സുകളെയുമാണ് ദൈവിക പദ്ധതിയുടെ ചിറകുകളായി നാം കാണേണ്ടത്. മുന്നോട്ട് കുതിക്കുന്നതിന് നമ്മുടെ ജീവിതാന്തസ്സും ദൗത്യങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. നമ്മളിൽ ചിലർ അതിനെ അഹന്തയോടെ നോക്കുമ്പോൾ മറ്റു ചിലർ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ വളരെ സ്വാഭാവികമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ കുറെ അധികം ശ്രദ്ധ നമ്മുടെ ചിറകുകൾ അർഹിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ ജീവിതം സ്വർഗതുല്യമല്ലേ?
മഹാമാരികൾ പലതും കടന്നുപോയിട്ടു. ഇന്നും ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവനോടെ ആരോഗ്യത്തോടെ രണ്ടു കാലിൽ നിവർന്നു നിൽക്കുവാൻ, പ്രിയപ്പെട്ടവരോടുകൂടെ ആയിരിക്കുവാൻ ദൈവം നമ്മളോട് കാണിച്ച കരുണയല്ലേ ഈ ജീവിതം? ജീവിത സമരത്തിൽ മുന്നോട്ട് കുതിക്കുവാനുള്ള ഊർജമായി, ചിറകുകളായി ഇവയൊക്കെ മാറേണ്ടതാണ്. ദൈവകരുണ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ജീവിതമെന്ന് ബോധ്യമുണ്ടായിട്ടും നമുക്ക് പാളിപ്പോകുന്നു. ശ്രദ്ധക്കുറവെന്നോ അതിബുദ്ധിയെന്നോ ഒക്കെ പറയാവുന്ന പ്രവൃത്തികളാണ് നമ്മളിൽ നിന്നൊക്കെ വന്നു പോകുന്നത്. ജയിച്ചു കയറേണ്ടവൻ തോൽവിയിലേക്ക് മടങ്ങുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ജീവിതാന്തസ്സും, അത് കുടുംബമാകട്ടെ, സാമൂഹിക ജീവിതമാകട്ടെ, പ്രവൃത്തി മേഖലകളാകട്ടെ, ആത്മിക ജീവിതമായിക്കൊള്ളട്ടെ, കുറച്ചധികം ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ചിറകുകളാണ് ഇവ എന്ന സത്യം മറന്ന് തുടങ്ങിയിട്ടുണ്ടോ? ചിലർ ഈ ചിറകുകളെ അല്പം ഭാരമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പാളിച്ചകളെയെല്ലാം മാറ്റി നമ്മളെ യഥാസ്ഥാനത്ത് നിർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ചിറകുകളാണ് നമുക്ക് സഭ നൽകുന്ന കുമ്പസാരം എന്ന കുദാശ. നമ്മൾ വീണ്ടും ഒരു നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണ്. സങ്കീർത്തനം 32:5 ദാവീദ് ഇങ്ങനെ പറയുന്നു: എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചുവച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പാളിച്ചകളും തെറ്റുകളും കുമ്പസാരമെന്ന കുദാശയിലൂടെ അത്യുന്നതനായ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ദൈവവുമായി നമുക്ക് രമ്യതയിലാകാം. നമ്മെ പറ്റിയുള്ള ദൈവീക പദ്ധതിക്ക് കുറെ കൂടി ശ്രദ്ധ നൽകാം. യേശുവിൻ്റെ കുരിശിൻ്റെ വഴി ചരിത്രകാരന്മാർ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: കുരിശിൻ്റെ കുറുകെയുള്ള ഭാഗം തോളിൽ വെച്ച് ഇരുകൈകളും ചിറകുപോലെ വിടർത്തി അതിൽ വെച്ച് കെട്ടി അതിൽ താങ്ങിയാണത്രേ കുരിശിൻ്റെ വഴി യേശുക്രിസ്തു പൂർത്തിയാക്കിയത്. പിതാവായ ദൈവത്തിന് തന്നെ പറ്റിയുള്ള ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കുരിശിനെ ചിറകാക്കി മാറ്റി ഒരു പരാതിയോ പരിഭവവും ഇല്ലാതെ അവിടുന്ന് പറന്നുപോയി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. യേശുവിനെ അനുഗമിക്കുന്നവരുടെ അടയാളം സ്വന്തം കുരിശുകൾ ആനന്ദത്തോടെ വഹിക്കുന്നവർ എന്നു തന്നെയാണ്. ഭാരമായി കരുതേണ്ടതല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചിറകുകൾ. നമ്മളെ ഉയർത്താനും മുന്നോട്ട് കുതിക്കാനും കഴിയുന്നത്ര ഭാരമേ ദൈവം അന്ന് ചിറകുകൾക്കുള്ളൂ. തളരാതെ ശ്രദ്ധയോടെ നമുക്ക് ചിറകടിച്ചുയരാം. തളർന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുരിശിലേക്ക് നോക്കാം. അവിടെ ഒരാൾ ചിറക് വിരിച്ച് നമ്മളെ കാത്തു നിൽപ്പുണ്ട്. യെശയ്യാ 54:17 ഇങ്ങനെ പറയുന്നു: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരികയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. നമ്മുടെ ചിറകുകൾക്ക് ഭാരം കൂടാതിരിക്കട്ടെ. വ്രതശുദ്ധിയുടെ ഈ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായും നമ്മളെ തന്നെ അത്യുന്നതനായ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവികൾ, നമ്മുടെ ചിന്തകൾ സകലതും യേശുവിൻ്റെ പാദപീഠത്തിങ്കിൽ അടിയറ വെച്ചുകൊണ്ട് സ്നേഹമെന്ന ദൈവത്തിലേക്ക് നമുക്ക് ചിറകടിച്ചുയരാം. ഒരു നല്ല നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. ആരെല്ലാം എന്നെ
മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. മാറാത്ത യേശു എൻ പ്രാണസഖി.